ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്. ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണുള്ളത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മൂൺ കാർഡ് തന്നെ എടുത്തു നോക്കാം. എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ വന്നിട്ടുണ്ട്. ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ന്യൂ മൂൺ ഇൻ ലിയോ ആണ് വന്നിട്ടുള്ളത്. യു ആർ ഗുഡ് ഇനഫ് വന്നിട്ടുണ്ട്. നമുക്ക് Temperance, Nine of Cups, Three of Wands, Queen of Swords, Page of Cups, Knight of Pentacles, Three of Pentacles, Seven of Cups, Wheel of Fortune, Star, ഒരു കാർഡ് കൂടി എടുക്കുക. സിക്സ് ഓഫ് വാണ്ട്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ എടുത്തതിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണത്. കാരണം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ചെറിയൊരു കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് കർമ്മ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതിന് ചിലപ്പോൾ ഒരു കാര്യം ചെയ്തതിന് 10 കാര്യങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാണത്. അപ്പോൾ അത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഒരു ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്തതായിരിക്കാം. പക്ഷെ അതിൻ്റെ കർമ്മ ഇതുവരെയും തീരുന്നില്ല. അത് ഈ സമയത്ത് തന്നെ ഉള്ളതാണെന്നുള്ളതാണ്. ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളതൊന്നുമല്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഒരുപാട് കൊടുത്തിട്ടും നിങ്ങൾക്കത് പറ്റാതെ, അത് തീരുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് തീരാൻ പോകുന്നു. അതൊരു തൊട്ടടുത്ത് ശരിക്കും അടുത്ത് വന്നിട്ടുള്ളത് എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ആണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ നിങ്ങൾ ചെറിയ കാര്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും തീരുന്നില്ല എന്ന് വിചാരിച്ച ആൾക്കാർക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് എൻഡ് ആയിക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ അതിൽ വിഷം വിചാരിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അവരത് ഒരുപാട് അതിന് പകരം കൊടുക്കേണ്ടി വരും. സാധാരണ മനുഷ്യർ ചിലപ്പോൾ എന്ത് ചെയ്താലും അതിന് പ്രശ്നം വരില്ല. എന്തൊക്കെ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ചെറിയ മിസ്റ്റേക്കിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണ്? പക്ഷെ അത് തീരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ആ ഒരു കാര്യം എൻ്റെ ആകുന്ന ഒരു എനർജിയാണ് ഉള്ളത്. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് കീ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായി പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പറയാതെ ഇരുന്നിട്ട് ചിലപ്പം അത് നിങ്ങൾ വിചാരിക്കുന്നതും അവർ വിചാരിക്കുന്നതും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ
കോവർക്കേഴ്സോ ആരുടെയെങ്കിലും കൂടെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക. നിങ്ങളത് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാതിരിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ക്ലിയർ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ന്യൂ മൂൺ ഇൻ ലിയോ ആണ്. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് ആണ്. നിങ്ങൾ സിംഹത്തെ പോലെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എനർജി ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വരും. എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ, അത് നിങ്ങളുടെ അവകാശമാണ്. ജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അത് അത്രയും ധൈര്യവും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുമെന്നാണ് കാണുന്നത്. സക്സസ് ആണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ് കാണുന്നത്. പിന്നെ ടെമ്പറൻസ് ആണ്. ഒരു ബാലൻസിലേക്ക് വരുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്നൊരു സമാധാനം എന്ന് പറയുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് വരുന്ന ഒരു ദിവസമാണെന്ന്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കും ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചിലപ്പം ധനം നിങ്ങളുടെ കയ്യിൽ കിട്ടി സന്തോഷിക്കാം. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റി, അത് നിങ്ങൾക്ക് സന്തോഷിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി നിങ്ങൾക്ക് സന്തോഷിക്കാം. ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെ പൊതുവെ ഒരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഷോർട്ട് ടേം ബേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് കാമായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അത് ശരിക്കും ഒരു ഹാസ്യമായിട്ട് എടുക്കാൻ പറ്റണം. വളരെ ഇതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അല്ലാതെ പറയുന്നത് ശരിക്കും അതിൻ്റെ അപ്പുറത്തുള്ള അർത്ഥം കണ്ടെത്തി നിങ്ങളൊരു ദേഷ്യത്തിൻ്റെ ഒരു ഇതിലിരിക്കാതിരിക്കുക. ഇന്ന് വളരെ എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ ഇന്ന് ഷാർപ്പായിരിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ ഇന്ന് ഷാർപ്പായിരിക്കും. സാധാരണ ചിലപ്പോൾ എല്ലാ ദിവസവും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യണത്. പക്ഷെ അതിന് പകരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പല കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നുള്ളതാണ്. പുറത്ത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യവും കാണിക്കില്ല. പക്ഷെ മനസ്സിൽ നിങ്ങൾ എഴുതി വെക്കുന്ന നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം വളരെ മാറ്റമായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നത് ആരും തന്നെ അറിയാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു ഇൻഡ്യൂഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക്. നടക്കാൻ പോകുന്ന കാര്യം എന്താണ്, ഇന്നിപ്പോൾ എന്തായിരിക്കും, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും ആകാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കാമായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും പോയി ചാടാതിരിക്കുക. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ അതിന് മൂവ്മെൻ്റ് ഇല്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിന് പ്രോഗ്രസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് സ്ഥലം മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു ജോലിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്നിട്ടൊരു പാർട്ട്ണർഷിപ്പ് പോലെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ചേരാനുള്ളൊരു അവസരവും ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരെ ഇന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് നല്ലതും ചീത്തയായ കുറേ കാര്യങ്ങൾ കുറേ ചോയ്സസ് നിങ്ങളുടെ മുന്നിൽ വരും ഇന്നത്തെ ദിവസം. നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ആ ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഉടനെ ചടിപ്പിടിച്ച് അതിലേക്ക് പോകാതിരിക്കുക. വളരെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പ്രണയം തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളോടൊരു പ്രണയം പറയുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു കാത്തിരിപ്പ്, ഒരാൾ ഒരു പ്രണയമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. തീർച്ചയായിട്ടും ഈ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളെ
ലക്കാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചായിരിക്കാം. നമ്മളുടെ സമയം അനുകൂലം അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ശരിയാകണം എന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ സമയം അനുകൂലമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കും. ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതിപ്പോൾ കലാരംഗത്ത് മാത്രമുള്ള കാര്യമല്ല കേട്ടോ. നമ്മളുടെ ഉള്ളിലുള്ള എന്ത് കാര്യവും, നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യവും ക്രിയേറ്റീവാണ്. അപ്പോൾ അത് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും അഭിനയിക്കുന്നതും മാത്രമൊന്നുമല്ല ക്രിയേറ്റിവിറ്റി. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് പുറത്തു വരുന്ന എന്ത് കാര്യം, അത് നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യവും ക്രിയേറ്റീവാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ മണിപൂരക ചക്രയൊക്കെ ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ടോക്സിൻസ് ഒക്കെ നിന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് റിലീസായി പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമുക്കിരിക്കാൻ പറ്റും. അത് എത്ര വലിയ പ്രശ്നം വന്നാലും എനിക്കത് അഭിമുഖീകരിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എത്ര വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും അതിനൊന്നും അമിതമായ ഒരു ആഹ്ലാദമൊന്നും കാണിക്കാതെ, എന്നാൽ ഗ്രൗണ്ടഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാം വളരെ നമുക്കെല്ലാം കൂടുതൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു വളരെ ഹമ്പിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന, എന്നാൽ എമ്പാത്തായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണത്. ഒന്നിലും അധികം ഒരു എക്സ്പ്രഷനും വരില്ല. നമുക്ക് ഇപ്പം സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടേയില്ല, സങ്കടം വരുമ്പോൾ നമ്മൾ ശരിക്കും നിലവിളിക്കുകയില്ല. എല്ലാം ഒരു സാക്ഷി ഭാവത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. എല്ലാം നമ്മളൊരു സാക്ഷിയായിട്ട് മാത്രം കാണുക, നമ്മൾ അതിലോട്ടൊന്ന് ഇറങ്ങി ചാടാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. പിന്നെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം കാര്യവിജയം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇന്ന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. പിന്നെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും, പക്ഷേ മറ്റുള്ളവർക്ക് കൂടി ആർക്കും വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് കൂടി നമുക്ക് നോക്കാം. ക്യൂരിയോസിറ്റിയാണ്. ഹക്കൂൺ ആൻഡ് സിക്കമോറാണ് ക്യൂരിയോസിറ്റി. ദ ആൻറ്റലോപ്പ് ആൻഡ് വീറ്റ്, നറിഷ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ക്യൂരിയോസിറ്റി, നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു അങ്ങനെ ഇരിക്കുന്ന, വളരെ ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കും കേട്ടോ. പിന്നെ നറിഷ്മെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ പല കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് നമ്മളുടെ കാര്യങ്ങൾ കൂടി നോക്കണം എന്നുള്ളതാണ്. ഒരു നറിഷ്മെൻ്റ് എന്ന് പറയുമ്പം നമ്മളെ പരിപോഷിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടി നമുക്കുണ്ട്, അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഫോക്സ് ആൻഡ് ഐവി ആണ് അഡാപ്റ്റബിലിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം മറ്റുള്ളവർ പറയുന്നതെല്ലാം നമുക്ക് പൂർണ്ണമായി എടുക്കാൻ പറ്റുമെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഒന്നിനും ശരിക്കുമോ ഓരോ ബഹളം വയ്ക്കേ പ്രശ്നം ഉണ്ടാക്കേ ഒന്നുമില്ലാതെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതുകൂടി ഒന്ന് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്ന് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്.
പിന്നെ ടർട്ടിൽ ആൻഡ് കോറിയാൻഡർ ആണ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിൽ ഈ ടർട്ടിൽ അറിയാലോ, ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഗുഡ് ലക്ക് ഉള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഇന്ന് സംതൃപ്തമായിരിക്കും നിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് പൊതുവേ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഓക്കെ ആയിരിക്കും. വലിയ പ്രശ്നങ്ങളിലൊട്ടൊന്നും നിങ്ങൾ എടുത്തു ചാടാൻ ആഗ്രഹിക്കാതിരിക്കും. വളരെ ശരിക്കും ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.